ആദ്യം ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. ഉണ്ടാക്കിയത് ഹൈ പവർ കമ്മിറ്റി അംഗീകരിച്ചില്ല. രണ്ടാമതൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ബഡ്ജറ്റിൽ നിന്ന് പണം മുടക്കി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്തി. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ ആ മാസ്റ്റർ പ്ലാൻ നമ്മുടെ ഹൈ പവർ കമ്മിറ്റി അംഗീകരിച്ചു, കോടതി അംഗീകരിച്ചു, സംസ്ഥാനത്തെ ക്യാബിനറ്റ് അംഗീകരിച്ചു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു അംഗീകാരം നൽകി. ഇങ്ങനെ എല്ലാവരും അംഗീകരിച്ച ഈ മാസ്റ്റർ പ്ലാൻ എങ്ങനെ നടപ്പാക്കണമെന്നും ഭക്തി ആയി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ പ്രയാസവും കൂടാതെ മുന്നോട്ട് പോകാൻ സഹായിക്കേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് സംജാതമാക്കേണ്ടതെന്നുമെല്ലാം പറയാനുള്ള ഒരു അവസരം ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിലേക്ക് അത് എത്തി. അങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമം മുന്നോട്ട് വെച്ച ഒരാശയം. ഒന്ന്, മാസ്റ്റർ പ്ലാൻ, അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുക, അതുപോലെ അതിൻ്റെ ഹരിത ഭംഗി നിലനിർത്തുക, അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക. ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുക എന്ന വിധത്തിലേക്ക് ആദ്യത്തെ അജണ്ട. ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയും BJP പ്രതിനിധിയൊക്കെ സേനാപതി വേണുവും അഖിൽ രവീന്ദ്രനും ഒക്കെ പറയുന്ന ചില കണക്കുകൾ ഉണ്ട്. അവർ ചില മാധ്യമങ്ങളിൽ നിന്ന് കേട്ട കണക്കുകളായിട്ടാണ് പറയുന്നത്. ഇതിനകത്ത് പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ പല മാധ്യമങ്ങളിലും അങ്ങനെ പല രീതിയിലുള്ള കണക്കുകളൊക്കെ വരുന്നുണ്ടത്രേ. താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ ആ കാര്യങ്ങൾ? ഒരു പരാതിയും പരിഭവവും ഒക്കെ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ നമുക്കിതുവരെ അതുതന്നെയാണ് അനുഭവം. എന്നാലും ചോദിക്കുകയാണ്. കൃത്യം യെസ്, ഇപ്പം തന്നെ ഞാൻ കൃത്യമായി അതിൻ്റെ കണക്കുകൾ പറഞ്ഞ രണ്ട് കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് രണ്ടാമത് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്, കൃത്യമായി പറഞ്ഞാൽ ഒരാഗോള പിൽഗ്രിം ടൂറിസ്റ്റ് സെൻ്ററായി ഇത് മാറുക, ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറുമ്പോൾ അതിനൊരു ടൂറിസം സർക്യൂട്ട് ഉണ്ടാവും. ഇതായിരുന്നു രണ്ടാമതായി ചർച്ച. മൂന്നാമതായി ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് എങ്ങനെയാണ് ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് ശൈലിയിൽ പരിഹരിക്കുക. ഈ മൂന്ന് വിഷയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച സംഘടിപ്പിച്ചത്. അതിന് സെമിനാർ പ്രത്യേകം സെക്ഷനുകളാക്കി. ഇതിൽ പങ്കെടുത്തത് ഉദ്ഘാടന സമ്മേളനത്തിൽ 4126 പേരാണ് പങ്കെടുത്തത്. നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത് 3000 പേരാണ്. രജിസ്ട്രേഷൻ തന്നെ 5000-ഓളം വന്നു. അപ്പോൾ മുഴുവൻ ആളുകൾക്കും പങ്കെടുക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളത് ഞങ്ങൾ അറിയിച്ചു. അവരോട് അതിന് ക്ഷമായാചന നടത്തി ആദ്യം രജിസ്റ്റർ ചെയ്തവർക്കും കൂടുതൽ പ്രാവശ്യം ഇവിടെ വന്നു പോയിട്ടുള്ളവർക്കുമായി ഞങ്ങളത് നിശ്ചയിച്ച് തിരിച്ചറിയിക്കുകയാണ് പിന്നെ ചെയ്തത്. അങ്ങനെ 3000-ത്തെ ലിമിറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ചില സംഘടനകളുടെ ഭാരവാഹികളെല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അങ്ങനെ 500 കൂടി വർദ്ധിപ്പിച്ചു. അങ്ങനെ 3500 പേരെ ഇരുത്താനുള്ള കസേര ഇട്ടെങ്കിലും വീണ്ടും ആളുകൾ വന്നുകൊണ്ട് 4000 പേരെ ഇരുത്താനുള്ള കസേരകൾ റെഡിയാക്കി. അപ്പോൾ കൃത്യമായി കണക്കുകൾ നമ്മുടെ രജിസ്റ്റർ ചെയ്ത കൗണ്ടറുകളിലേക്ക് എത്തിച്ചേർന്ന് 4126 പേരാണ്. അത് ഓരോ സ്ഥലത്തു നിന്നുള്ള കൃത്യമായ കണക്ക് പറയാം. 182 പേരാണ് വിദേശ രാജ്യങ്ങളിൽ വന്നിട്ടുള്ള പ്രതിനിധികൾ. അതിൽ മലേഷ്യയുണ്ട്, അമേരിക്കയുണ്ട്, ശ്രീലങ്കയുണ്ട്, അബുദാബിയുണ്ട്, ദുബായിയുണ്ട്, ഷാർജയുണ്ട്, അജ്മനുണ്ട്, ബഹ്റിനുണ്ട്, ഒമാനുണ്ട്, ഖത്തറുണ്ട്, സിംഗപ്പൂരുണ്ട്, കാനഡയുണ്ട്, UK ഉണ്ട്, സൗദിയുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാമായി 182 പേരാണ് അതിൽ പങ്കെടുത്തത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 1545 പേര്, ആന്ധ്രാപ്രദേശിൽ 90 പേര്, തെലങ്കാന 182 പേര്, കർണാടകയിൽ 184 പേര്, മഹാരാഷ്ട്രയിൽ 43 പേര്, പോണ്ടിച്ചേരിയിൽ 53 പേര്, ഉത്തർപ്രദേശിൽ 4 പേര്, ഗുജറാത്തിൽ 4 പേര്, ഡൽഹിയിൽ നിന്ന് 2 പേര്, ഹരിയാനയിൽ നിന്ന് ഒരാൾ, ഛത്തീഗഡിൽ 4 പേര്, ആസാമിൽ നിന്ന് ഒരാൾ, ഒഡീഷയിൽ നിന്ന് 12 പേര്. ഇങ്ങനെ 2125 പേർ സംസ്ഥാനത്തിന് വെളിയിലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു.